നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. താൻ രാജാവല്ല, വെറുമൊരു പ്രസിഡൻ്റാണ് പറയുന്നത് അമേരിക്കൻ ജനതയാണ്. ട്രംപിനോടുള്ള മുന്നറിയിപ്പാണ്. ജനം തെരുവിലാണ് അവിടെ. ഏതാണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം കൂടി 70 ലക്ഷം പേർ അണിനിരന്നു എന്നാണ് അനൗദ്യോഗിക കണക്ക്. ട്രംപിൻ്റെ ചീട്ട് കീറുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ജനപിന്തുണ ഏറ്റവും ലോവസ്റ്റായ ഒരു ഘട്ടത്തിലോട്ടാണ്, ഏറ്റവും മോശമായ അവസ്ഥ. അതെ, ഏറ്റവും മോശമായ അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ട്രംപ് ആദ്യം അധികാരത്തിൽ കയറിയതിന് ശേഷം രണ്ടാമത് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റപ്പോഴത്തേക്ക് അദ്ദേഹം കാണിച്ച കോപ്രായങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അതെ, അപ്പോഴും നമ്മൾ വിചാരിച്ചു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു ഡീസൻസി കീപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വീണ്ടും ജനങ്ങൾ എലക്ട് ചെയ്തു. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ട്രംപിൻ്റെ പുറത്തൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹം വരികയാണെങ്കിൽ പ്രോ ഇന്ത്യൻ ഒരു നിലപാടെടുക്കുമെന്നും അങ്ങനെ ഇന്ത്യയും US-ഉമായിട്ടുള്ള പ്രത്യേകിച്ചും ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായ നടപടികളിൽ. അതെ, അല്ല, അദ്ദേഹത്തിന് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായിട്ട് നടപടി, അമേരിക്കയുടെ ഒരു ടോട്ടൽ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമുകളെ രഹസ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുക, രാത്രി അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും ആയുധങ്ങളും കൊടുക്കുക, പകൽ അവർ നമ്മുടെ നാട്ടിലെ CPM പകൽ CPM രാത്രി അതെ സുഡാപ്പിയും. ഇത് നേരെ തിരിച്ചാണ്. ഇത് രാത്രി അവർക്കുള്ള കാര്യം. ലോകത്ത് ഇപ്പോൾ നടക്കുന്ന എല്ലാ അൺട്രസ്റ്റിൻ്റെയും പിറകെ, അത് അഫ്ഗാനിസ്ഥാനായാലും ശരി, ഇറാഖായാലും ശരി, ഇറാനായാലും ഇസ്രായേലും ഒക്കെ ഒരു കാലത്ത് അഫ്ഗാൻ ഉൾപ്പെടെ അമേരിക്ക പാലൂട്ടി വളർത്തിയതാണ്. അത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ പ്രധാന ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധ വിൽപ്പനയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്നും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം. അതെ, ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ എന്നും യുദ്ധം അവരുടെ ചെലവ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ യുദ്ധവിരുദ്ധനാണ്, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ നടക്കുകയാണ് എന്ന് ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്ത് ആരും വിശ്വസിക്കത്തില്ല. കാര്യം അമേരിക്കയുടെ ചരിത്രം തന്നെ, ഇനി നമ്മൾ 2ാം ലോക മഹായുദ്ധത്തിലോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് അവർക്ക് കിട്ടിയ അപ്പക്കഷ്ണങ്ങൾ, അതായത് ജപ്പാന്, കൊറിയ, ജർമ്മനി, ഇത് 2 രാജ്യങ്ങളും കൂടെ വീതിച്ചെടുക്കുകയാണ് ചെയ്തത്, അമേരിക്കയും റഷ്യയും കൂടെ. അപ്പോൾ അങ്ങനെ അതിൽ നല്ല പങ്ക് കിട്ടിയത് അമേരിക്കയ്ക്കാണ്. അങ്ങനെയാണ് അമേരിക്ക ലോക ശക്തിയായിട്ട് മാറുന്നത്. അപ്പോൾ അവരുടെ ചരിത്രം തന്നെ കുടിയേറ്റക്കാരുടെ ഒരു ചരിത്രമാണ്. അതെ, അവരുടെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഹിന്ദിക്കാർ റെഫ്യൂജീസ് എന്ന് പറയും, അതായത് അഭയാർത്ഥികളെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് നല്ല വാക്കാണ്. പക്ഷേ ഹിന്ദിയിൽ ഒരുത്തൻ റെഫ്യൂജി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും മോശപ്പെട്ടൊരു വാക്ക് അവനെ വിളിക്കാനില്ല എന്നുള്ളതാണ്. അതൊക്കെ വളരെ നല്ല വാക്കാണ്. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ ഒരാളെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ അങ്ങറ്റമാണ്. അപ്പോൾ അവരൊക്കെ അവിടുത്തെ റെഫ്യൂജികളാണ്. ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലോട്ട് കുടിയേറിയ റെഫ്യൂജികളാണ്. അപ്പോൾ അവർക്ക് രാജഭരണത്തോട് പൊതുവേ ഒരു വെറുപ്പ് 1700-കളിൽ തന്നെ അമേരിക്ക സ്ഥാപിച്ചപ്പോഴത്തേക്ക് തന്നെ രാജഭരണത്തോട് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിലേറ്റതിന് ശേഷം ട്രംപ് 2ാമത് അധികാരത്തിലേറിയപ്പോഴത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാര്യം ഡെമോക്രാറ്റുകൾ ഒരു ലിബറൽ അല്ല, ഒരു പ്രോ ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ ആൾക്കാരായിരുന്നത് കൊണ്ടാണ് പൊതുവെ ആൾക്കാർക്ക് അവരുമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ അത് മാറ്റിയിട്ട് ട്രംപ് വരുമ്പോഴത്തേക്ക് വളരെ പുരോഗമനകരമായിട്ടുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു നിലപാട് എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് കയറിയതിൻ്റെ അന്ന് തൊട്ട്, ജനുവരി തൊട്ട് കാണുന്നത് വളരെ പ്രതിലോമകരമായിട്ടുള്ള നിലപാടുകളും പ്രസംഗങ്ങളും ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളും ജനസഭകളെ ഒന്നും മാനിക്കാതിരിക്കലും ഒക്കെയാണ് ട്രംപിന്റെ ഒരു. കോടതി പോലും പറഞ്ഞു പാർലമെന്റിന്റെ അധികാരത്തിൽ കൈകടത്തുന്നു പ്രസിഡന്റ്. അതെ, പാർലമെന്റിന്റെയും ജുഡീഷ്യറിയുടെയും അധികാരത്തിൽ കൈകടത്തുന്നു. ജുഡീഷ്യറിയും വളരെ ഒരു ഭ്രാന്തന്മാരെന്നാണ് വിശേഷിപ്പിച്ചത് ജഡ്ജിയെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ജനാധിപത്യത്തിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഏതറ്റം വരെ താഴാം എന്ന് നോക്കുകയാണെങ്കിൽ ട്രംപ് വരെ താഴാമെന്നാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അത്രയ്ക്ക് അവിടുത്തെ ജനാധിപത്യം അധപ്പതിച്ചിരിക്കുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോഴത്തേക്ക് അത് ഡെമോക്രാറ്റുകൾ മാത്രമല്ല, ബുദ്ധിജീവികളും
ജനാധിപത്യം സംരക്ഷിക്കണമെന്നുള്ളവരും അമേരിക്കയുടെ അഭിമാനത്തിൽ വിശ്വസിക്കുന്നവരുമായിട്ടുള്ള മറ്റ് അനവധി ആൾക്കാർ ഈ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലുണ്ട്. ഒപ്പം ഈ അമേരിക്കയിൽ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, കൂട്ടപ്പിരിച്ചുവിടൽ, ഇതുമൊക്കെ ഒരു കാരണമല്ലേ ഇതിന്? അല്ല, H-1B വിസ ഒരു വലിയ കാരണമാണ്. കാര്യം H-1B വിസ നിഷേധിച്ച് H-1B വിസയുടെ ഫീസ് ഇത്രയും കൂട്ടിയതിൽ അവിടെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അവരും ഇതിനകത്ത് ഫണ്ട് ക്വാളിറ്റിയുള്ള ആൾക്കാരെ അവർക്ക് കിട്ടണമെങ്കിൽ $1,00,000 അമേരിക്കൻ ഡോളർ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ആൾമോസ്റ്റ് എടുക്കാതിരിക്കുന്നതിന് തുല്യമാണ്. അതെ. അപ്പോൾ അത് അവരുടെ ബിസിനസ്സിനെ തകർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികളുടെ മുകളറ്റത്തെല്ലാം ഇന്ത്യക്കാരാണ്. അതെ. രണ്ടാമത്തെ ലെയറിൽ ഏകദേശം 40% കൂടുതൽ ഇന്ത്യക്കാരാണ്. അതിൻ്റെ താഴെയുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ 80% കൂടുതൽ ഇന്ത്യക്കാരാണ്. അപ്പം ഈ 3 ലെവലിലും നിർണായകമായിട്ടുള്ള ഒരു ശക്തി ഇന്ത്യയാണ്. അമേരിക്കയുടെ ഡെവലപ്മെൻറ്റിലും ഈ ലോക ഭീമൻ ആയതിൻ്റെ പുറകിലും ഇന്ത്യക്കാരുടെ ബുദ്ധിയും അധ്വാനവും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ ശാരീരിക അധ്വാനം എത്രയാണോ ചെയ്തത്, അതേപോലെ ബൗദ്ധികമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇന്ത്യക്കാർക്ക് അമേരിക്കയിലുണ്ട്. അത് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കമ്പനികളുടെ നിലനിൽപ്പ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന്. അതെ, അത് അങ്ങനെ ഒരു മഠയനായിട്ടാണ് ആൾക്കാർ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അതിൽ 70 ലക്ഷം പേര്, ഇത് മൂന്നാമത്തെ ഒരു പ്രക്ഷോഭമാണ്. അതായത് ഈ 9 മാസത്തിനിടയ്ക്ക് 3 പ്രക്ഷോഭങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ, ഒന്ന് ജൂണിലായിരുന്നു, പിന്നെ ജൂലൈയിലായിരുന്നു. ജൂണിൽ 200ഓളം സിറ്റികളിലുള്ള ആൾക്കാരായിരുന്നു പ്രതികരിച്ചത്. ജൂലൈയിൽ അതിനേക്കാളും കൂടി. ഇപ്പോൾ ഏകദേശം 2700 പട്ടണങ്ങളിലായിരുന്നു ഇന്നലെ പ്രക്ഷോഭം അരങ്ങേറിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹം കാണിക്കുന്ന ഓരോ ഇപ്പോൾ ഇന്നലെ തന്നെ ഫൈബർ ബോട്ടുകൾ, രാജ്യത്തോട്ട് അടുത്തിരുന്ന ഫൈബർ ബോട്ടുകളെല്ലാം മയക്കുമരുന്ന് കടത്തുന്നു എന്ന് പറഞ്ഞ് വെടിവെച്ചിടുന്നു. അത് മയക്കുമരുന്നാണോ അതോ അഭയാർത്ഥികളായിട്ട് വന്നവരാണോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവരെ പിടിച്ചെടുക്കാമായിരുന്നല്ലോ, എന്നിട്ട് സീസ് ചെയ്യാമായിരുന്നല്ലോ. ഇതിനെ ഒരു ബോട്ട് നമ്മുടെ രാജ്യത്തോട്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തിന് ദോഷകരമല്ലെങ്കിൽ അതിനെ നമുക്ക് സീസ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതിന് നമ്മൾ ഫൈറ്റർ ഉപയോഗിച്ചിട്ട്, ഒരു ബോട്ടിനെ ഫൈറ്റർ ഉപയോഗിച്ച് വെടിവെച്ചിടുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മണ്ടൻ്റെ ഒരു രീതിയാണത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും വരുന്നത്. അത് മറ്റാരുമായിട്ടും അദ്ദേഹം ആലോചിക്കാറില്ല. അത് മാത്രമല്ല, ഈ ഇസ്ലാമിക ഭീകരതയോട് വിട്ടുവീഴ്ച ചെയ്യുന്ന, അതിൻ്റെ തോളിൽ കൈയിടുന്ന ഒരു ട്രംപിനെയും നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ അത് തെറ്റുമോ? തീർച്ചയായും. മാത്രമല്ല, ഇപ്പം ഗാസയിൽ സമാധാനം നടത്തി, യുദ്ധം നിർത്തി എന്നൊക്കെ പറയുന്നു. ഒന്നും നടന്നിട്ടില്ല. അവിടെ വീണ്ടും നടക്കുകയാണ്. പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു 29-30 പ്രാവശ്യം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ മധ്യസ്ഥത വഹിച്ചു എന്ന് പറയുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നുണ പറയുന്നതിന് ഒരു ഉളുപ്പുമില്ല എന്ന് പറയുന്ന, ഒരു ഉളുപ്പുമില്ല. ഇത്രയും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇത്രയും ഒരു അസത്യം, സാധാരണ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം പറയുമ്പോൾ ഹി മീൻ ഇറ്റ്. അതങ്ങനെയാണ്. ഇത് അതിന് ലോകം കാതോർക്കും, ലോകം അതിന് വലിയ വില കൊടുക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ട്രംപ് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ കോമാളിത്തരം എന്നാണ് അതിനെ കണക്കാക്കുന്നത്. അതിനാകെ വില കൊടുക്കുന്നത് നമ്മളെ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. ട്രംപ് പറയുന്നത് കേൾക്കുന്നത് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ ഡെഡ് എക്കോണമി ആണെന്ന് ട്രംപ് പറഞ്ഞു, അത് ഏറ്റുപാടിയത് രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. രാഹുലും പ്രിയങ്കയും, വേറെ ആരും അതിനെ അദ്ദേഹത്തിന് അങ്ങനെ സ്പർശിച്ചു പോലും. അദ്ദേഹത്തിന് ഇന്ത്യയിൽ മാത്രം 2 ഫോളോവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ലോകത്തിൽ. ബാക്കി വേറെ ആരും അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നുമില്ല, അത് ഫോളോ ചെയ്യുന്നുമില്ല. അപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശകരമായിട്ട് ബാധിക്കാനാണ് സാധ്യത. കാര്യം ഇങ്ങനെ ഒരു പ്രക്ഷോഭം, ഇത്രയും ഒരു മാസ് പ്രക്ഷോഭം അമേരിക്ക ഇതുവരെയും കണ്ടിട്ടില്ല. ഇതിൻ്റെ അടുത്ത ലെവലിൽ എത്തുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇത് പ്രകോപനകരമായിട്ടുള്ള ഒരു രീതിയിലോട്ട് പോകും. കാര്യം അമേരിക്ക നശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യ നശിക്കുന്നത് ഇന്ത്യക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ അമേരിക്കക്കാർക്ക് എന്തായാലും സഹിക്കാനാവില്ല. അത് സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ട്രംപിനെതിരായിട്ടുള്ള ജനരോഷവും വേണമെങ്കിൽ ഒരു ഭാവിയിൽ ഒരു ഇംപീച്ച്മെന്റ്. അതാണ് ഞാനും ചോദിക്കാൻ വന്നത്. പാർലമെന്റിൽ ട്രംപിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും പാർലമെന്റിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഡെമോക്രാറ്റുകളിൽ മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഇതിനകത്ത് ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ള ശബ്ദം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാനാവും. പക്ഷേ അതിന് അദ്ദേഹം ഒരു കോടീശ്വരനാണെന്നുള്ള രീതിയിൽ അദ്ദേഹം സാമ്പത്തികമായിട്ട് എല്ലാ സോഴ്സസും കൊടുക്കും. ഈയിടെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ലൈംഗികാപവാദ കേസ് കൊടുക്കുന്ന ഏകദേശം 600 കോടി രൂപയാണ് അദ്ദേഹം ചെലവിട്ടത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് കുതന്ത്രവും പ്രയോഗിക്കുമെന്ന് നമുക്ക് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും.
അപ്പോൾ ഈ വാസ്തവം പറഞ്ഞാൽ ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിലും ഈ അമേരിക്കൻ ജനതയുടെ അതിശക്തമായ, അപ്പോൾ അദ്ദേഹം അധികാരമേറ്റിട്ട് വാസ്തവം പറഞ്ഞാൽ 1 വർഷം തികച്ചായില്ല. അതിനു മുമ്പ് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭവും പ്രതിഷേധവും അമേരിക്കൻ തെരുവുകളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ ആദ്യമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇത്രയും രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് അമേരിക്കൻ പൗരന്മാർ തെരുവിലിറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇതാദ്യമായിട്ടാണ് ചരിത്രത്തിൽ. അങ്ങനെ ഒന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഈ ചെറിയൊരു കാലയളവിനുള്ളിൽ, അധികാരമേറ്റൊരു ചെറിയ കാലയളവിനുള്ളിൽ ഇത്ര ശക്തമായൊരു പ്രക്ഷോഭങ്ങൾ, 3 പ്രക്ഷോഭങ്ങൾ 9 മാസത്തിൽ 3 പ്രക്ഷോഭങ്ങൾ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളുടെ അൺട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അതെ, അവർ ഒട്ടും തന്നെ ഇത് സഹിക്കാൻ തയ്യാറല്ല എന്ന് പറയാതെ പറയുകയാണ്. അല്ല, രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക, അതായത് ഇപ്പം ഇത് അമേരിക്കയുടെ തകർച്ച അമേരിക്ക മാത്രമല്ല ബാധിക്കുന്നത്, വേൾഡ് എക്കണോമിയിൽ പല രാജ്യങ്ങളിലെയും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറിലുള്ള പ്രോമിസറി നോട്ടുകളാണ്. അപ്പോൾ അതിൻ്റെ വില ഇടിയുന്നതിൻ്റെ അർത്ഥം ആ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ വിദേശ നിക്ഷേപത്തിൻ്റെ 80% അമേരിക്കൻ ഡോളറില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക്, മാത്രമല്ല ഈ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു രീതി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇതിൻ്റെ നടുക്ക് ഇന്ത്യ തന്നെയാണ്. കാര്യം ബ്രിക്സ് എന്ന് പറയുന്ന മൂവ്മെന്റിലോട്ട് 40ഓളം രാജ്യങ്ങൾ ചേരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും 40 രാജ്യങ്ങൾ ചേർന്ന് ഒരു കറൻസി ഉണ്ടാക്കുകയാണെങ്കിൽ അത് യൂറോ കറൻസി ഉണ്ടാക്കിയത് ഡോളറിനൊരു വെല്ലുവിളിയല്ലായിരുന്നു. അപ്പോൾ യൂറോപ്പും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ, നല്ല ബന്ധം കാരണം അതൊരിക്കലും അവർക്ക് ദോഷകരമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ബ്രിക്സിൻ്റെ രൂപ വരികയാണെങ്കിൽ അത് അമേരിക്കൻ ഡോളറിനെയും അമേരിക്കൻ എക്കണോമിയെയും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും തന്നെ ബാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ബ്രിക്സ് കറൻസി. നമുക്ക് ഈ ട്രംപിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് വരുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കയിൽ പ്രക്ഷോഭങ്ങൾ എങ്ങനെ തുടരും എന്നുള്ളതും അതും അവിടുത്തെ ജനങ്ങളെ അടക്കം ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം.